ഗുഡ് മോർണിംഗ്. നേരത്തെ നടന്നൊരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് ഈക്കോ എന്നും പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു. ഇക്കോ, നമ്മുടെ മാരുതിയുടെ. ശരിക്കും അത് ആ വണ്ടി നല്ല വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അത്. നമുക്ക് ഡ്രൈവർക്ക് നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടി. പക്ഷേ മൈലേജ് കുറവാണ് എന്ന ഒറ്റ കാരണത്തിൽ നമ്മളതിനെ വിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ദിവസം ഇതിൻ്റെ പൊല്യൂഷൻ പുക ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പൊല്യൂഷൻ സെൻറ്ററിൽ ചെന്നു. ഞാനും വൈഫും ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ പേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ വണ്ടിയിൽ കയറി കഴിഞ്ഞ് പേഴ്സ് പൈസ ഉണ്ടോ എന്ന് നോക്കി ആണ് ഞാൻ പേഴ്സ് വെച്ചത്. 30,000 സംതിങ് രൂപയോളം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഞാൻ ഈ പേഴ്സ് എൻ്റെ പോക്കറ്റിലാണോ എവിടെയാണ് വെച്ചെന്ന് സത്യം പറയാം. വണ്ടിയിൽ കയറി കഴിഞ്ഞ് നമ്മൾ വേറെ എങ്ങും ഇറങ്ങിയില്ല, നേരെ ഈ പൊല്യൂഷൻ സെൻറ്ററിലോട്ട് പോകുമായിരുന്നു. ഞാനവിടെ ചെന്ന് പുക ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി വന്ന് എല്ലാം വണ്ടി തിരിച്ച് റിവേഴ്സ് ഇട്ട് കൊടുത്തു. ഞാൻ ഇറങ്ങി വെളിയിൽ നിന്നു. അപ്പം പുള്ളിയുടെ ഒപ്പം തന്നെ നിന്ന് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫോൺ കോൾ വന്നു. ഞാൻ മാറി നിന്ന് സംസാരിച്ചു. പുള്ളിക്കാരനെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഓക്കെ ചേട്ടാ എല്ലാം റെഡിയായെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി പൈസ കൊടുക്കണമല്ലോ, ഞാൻ 180 രൂപയാണ് കണ്ടത്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പേഴ്സ് നോക്കി, പേഴ്സ് കാണുന്നത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ വണ്ടി മൊത്തം ഇളക്കി പരിശോധിച്ചു. എൻ്റെ ഒരു വിശ്വാസം മൊത്തം എന്ന് പറയും, ഈ നോക്കിയ ആൾ, ഇവിടെ നിന്ന ആൾ എൻ്റെ പേഴ്സ് താഴെ വീണ് പോയി കാണും, പുള്ളി എടുത്തിട്ട് അനങ്ങാതെ നിൽക്കുവാണെന്നുള്ളൊരു ചിന്ത മൊത്തം എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായെന്നുള്ള സ്വാഭാവികം. കാരണം വേറെ ആരെയും അവിടെ ഇല്ലല്ലോ. അങ്ങനെ ഞാൻ ഈ സംഭവം ഈ സംഭവം ഇങ്ങനെ ടെൻഷൻ അടിച്ചു. ഞങ്ങൾ കുറേയൊക്കെ തപ്പിയിട്ടൊന്നും കാണുന്നില്ല. ഞാനിപ്പോഴോട് കേട്ടോ എൻ്റെ ഈ പേഴ്സ് വരും താഴെ കിടന്നെല്ലാം കിട്ടി കേട്ടോ. അന്നേരം പറഞ്ഞു എൻ്റെ കയ്യിലും കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് ഞാൻ ചോദിച്ചപ്പോൾ തൊട്ട് പുള്ളിയുടെ മുഖത്തൊരു എന്താണ് ഒരു വല്ലാത്തൊരു ഭാവങ്ങളൊക്കെ വന്നു. ഒരു പേടിയോ ടെൻഷനോ ഒക്കെ എനിക്ക് തോന്നി. നമുക്കങ്ങനെ തോന്നി. അതുതന്നെയല്ല, ഞങ്ങൾ ഈ തപ്പിക്കൊണ്ടിരിക്കുക പുള്ളിക്കാരൻ എൻ്റെ വൈഫ് വിളിച്ചു. ഞാൻ പോയി അവളെ കൊണ്ടുവരാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞ് പുള്ളി എളുപ്പം വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ആകെ കൺഫ്യൂഷനായി ടെൻഷൻ അടിച്ച് പുള്ളി എടുത്തതാണെന്ന് ഞാനങ്ങ് ഉറപ്പിച്ച്. കാരണം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ. ലാസ്റ്റ് ഞാൻ അവിടുന്ന് വണ്ടിയെടുത്ത് ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ടപ്പേന്ന് പോലീസുകാർ വന്നു. ഇവനും ആ സമയത്ത് അവിടെ വന്നു. അപ്പോൾ ഇവനോട് ചോദിച്ചു, നീ എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കുക, അതെങ്കിലും സെറ്റിൽമെൻറ്റ് ചെയ്ത് പ്രശ്നമൊന്നുമില്ല, ആരും അറിയാൻ പോകുന്നില്ല, അല്ല ഇത് വലിയ വിഷയമാകുന്നു, അത് നിനക്ക് ദോഷം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ അവൻ പറഞ്ഞു, സാറേ ഞാൻ എടുത്തില്ല. അവൻ്റെ നിലപാട് അങ്ങനെ തന്നെ, അവൻ എടുത്തിട്ടില്ല, ഞാൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല, അവൻ പറഞ്ഞു കേട്ടോ. പക്ഷേ എന്നാലും എല്ലാവരും സംശയത്തിനില്ല, അവന് മാത്രമേ സംശയിക്കാൻ പറ്റത്തുള്ളൂ. പോലീസുകാർ അങ്ങനൊരു ഇതിലാണ് വന്നത്. പക്ഷേ SI ഇങ്ങനെ വന്നതിലോട്ടോ വണ്ടിക്കകത്തോട്ട് കയറിയിട്ട് എൻ്റെ വണ്ടിയുടെ ഡാഷ്ബോർഡ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി തുറന്നിട്ട് നേരെ അതിൻ്റെ അകത്തോട്ടം കൈയിടും. നമ്മൾ ഈ ഡാഷ്ബോർഡ് തുറന്നു കഴിഞ്ഞതിൻ്റെ അകത്തോട്ട് എൻജിൻ ഭാഗത്തോട്ടൊരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. അവിടോട്ട് പുള്ളിക്കാരനങ്ങ് കൈയിട്ടിട്ട് പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ കൈയിട്ടിട്ട് ഈ പേഴ്സിങ് എടുക്കുകയായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു ഇതുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുമില്ല. കാരണം ഇങ്ങനൊരു പുള്ളി അതിൻ്റെ ഭാഗത്തുനിന്ന് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തായിരുന്നു, കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത്. എന്താ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഇത് ഡാഷ്ബോർഡ് ഫുള്ളായി കഴിയുമ്പോൾ നമ്മൾ പേപ്പറും കാര്യങ്ങളും കുടയോ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞ് ഫുള്ളായി കഴിയുമ്പോൾ എന്ത് സാധനം വെച്ചാലും അതിൻ്റെ മണ്ടയ്ക്കൂടെ തെന്നി അപ്പുറത്തോട്ട് പുറകിലോട്ടങ്ങ് പോകും. പിന്നെ നമുക്കത് കാണാൻ പറ്റില്ല. അതായിരുന്നു സംഭവം. പക്ഷേ പോലീസുകാർ അതെടുത്ത് തന്നപ്പോഴത്തേന് പുള്ളി പറഞ്ഞു, നിങ്ങളുടെയും കുഴപ്പമൊന്നുമല്ല, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ സംശയിക്കുന്ന നിലയിലായിപ്പോയി. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് സോറിയൊക്കെ പറഞ്ഞ് ആണ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സത്യം എനിക്ക് ഭയങ്കര കാലേ തൊട്ടൊക്കെ സോറി പറയാമെന്ന് പറഞ്ഞില്ല, അതുപോലെ രീതിയിൽ ഞാൻ പുള്ളിയോട് സോറിയൊക്കെ പറഞ്ഞിട്ട് അബദ്ധം പറ്റിപ്പോയി, എൻ്റെയും കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിച്ച് പോകാമായിരുന്നു. കാരണം നമുക്ക് അബദ്ധം ആർക്കും പറ്റാം, മനസ്സിലായോ? അറിഞ്ഞുകൊണ്ടൊന്നല്ല. അതുകൊണ്ട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ പോരുകയായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഭയങ്കര ഇന്നും ഒരു വേദനയായിട്ട് നിൽക്കുന്ന, നിരപരാധിയായിട്ടുള്ള ഒരാൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ പോലീസിനെ വിളിച്ച് അവരെ കുറ്റക്കാരനാണെന്ന് പറയുകയും നമ്മൾ വിശ്വസിക്കുകയും അവനെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം നമ്മൾ മുഖാന്തരം ഉണ്ടാക്കി കൊടുത്തല്ലോ എന്നുള്ള ഭയങ്കര ഒരു വിഷമം. പക്ഷേ ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ടായി. എൻ്റെ വീഡിയോ അദ്ദേഹവും കാണുവാണെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ആളും പേരും ഒന്നും കടയും ഒന്നും പറയാഞ്ഞത്, പോലീസ് സ്റ്റേഷനൊന്നും പറയാഞ്ഞത് ഒരു പക്ഷേ
എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അങ്ങ് പറയാഞ്ഞതാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതെനിക്ക് ഏറ്റവും വലിയൊരു വിഷമമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമായിട്ട് ഇന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും കറക്റ്റായിട്ടൊരു തെളിവില്ലാതെ നമുക്കൊരാളെ വിധി എഴുതി ഒരാളെ മോശക്കാരനാക്കാനൊക്കെ പറ്റും. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. താങ്ക് യു.